الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم ونفسي أولا بتقوى الله ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും സ്നേഹത്തിലും ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഖുത്ബയിൽ സംസാരിച്ചത് അള്ളാഹുവിൻ്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും പ്രഥമ മുശ്രിക്കീങ്ങളായി നമ്മളെ പരിചയപ്പെടുത്തിയത് മക്കത്തെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചാണ്. അവർ പൂർണ്ണമായും അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവരായിരുന്നു. അള്ളാഹുവിനെ പൂർണ്ണമായി റബ്ബായിട്ട് അംഗീകരിച്ചത് കൊണ്ട് മാത്രം അവർ മുസ്ലിമായില്ല, മുവഹിദായില്ല എന്ന് സൂചിപ്പിച്ചു. പിന്നെന്ത് കാരണത്താലാണ് അവരിൽ ശിർക്ക് സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാരണങ്ങളാണ് ഖുർആനിൽ സൂചിപ്പിച്ചത്. മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ശിർക്ക് വന്ന രണ്ട് കാരണങ്ങൾ അല്ലാഹു ഖുർആനിൽ സൂചിപ്പിച്ചു. ഒന്ന് സൂറത്തു സുമറിൻ്റെ 3-ാമത്തെ ആയത്ത്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ മറ്റുള്ള ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആൾക്കാർ അവർ പറയും മാ നഅ്ബുദുഹും, അവർ സ്വീകരിച്ചതായ ഔലിയാക്കന്മാർക്ക് അവർക്ക് മുമ്പിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അവർ ആ മഹത്തുക്കൾ പടിപടിയായി അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പം അള്ളാഹു അല്ലാത്തവരോട് കഅബക്ക് ചുറ്റുണ്ടായിരുന്ന മഹത്തുക്കളുടെ രൂപങ്ങൾക്ക് മുമ്പിൽ അവർ ഇബാദത്തുകൾ ചെയ്തത് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം സിദ്ധിക്കാൻ വേണ്ടി, അള്ളാഹുവിലേക്കുള്ള ഖുർബത്ത് അവരോട് തേടിക്കൊണ്ടാണ്. മക്കത്തെ മുശ്രിക്കീങ്ങൾ അന്ന് കഅബക്ക് ചുറ്റും വെച്ച വിഗ്രഹങ്ങൾ
മഹത്തുക്കളുടെയും ഔലിയാക്കന്മാരുടെയും വിഗ്രഹങ്ങളായിരുന്നു, ഒരു സാങ്കല്പിക രൂപങ്ങളായിരുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലുണ്ടായ ആ വിഗ്രഹങ്ങൾ, ആ രൂപങ്ങൾ, ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ആ 5 രൂപങ്ങൾ, അത് സാലിഹ്യങ്ങളുടെ രൂപങ്ങളായിരുന്നു. അത് പിന്നീട് അറബികളിലേക്കും ആ രൂപങ്ങൾ എത്തി. അതിനു പുറമെ ലാത്ത, മനാത്ത, ഉസ്സ, ഇവരൊക്കെ ഒന്നുകിൽ മഹത് വ്യക്തിത്വങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തിരുശേഷിപ്പുകളോ ആയിരുന്നു. അങ്ങനെ ആ മഹത്തുക്കൾക്ക് മുമ്പിൽ അവർ ഇബാദത്തുകൾ ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് ആ മഹത്തുക്കൾ ഇവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്തുകൾ ചെയ്യുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത, അവർക്കൊന്നും ചെയ്തു കൊടുക്കാത്തതായ ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ ഇബാദത്തുകൾ ചെയ്യുന്നു. വയഖൂലൂന, എന്നിട്ട് അവർ പറയും, ഹഉലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ഇവർ ആ മഹത്തുക്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാകുന്നു, നമ്മുടെ ശുഫആക്കളാകുന്നു എന്നവർ പറയും. ഈ 2 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കത്തെ മുശ്രിക്കിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് പുറമെയുള്ള മഹത്തുക്കളുടെ രൂപങ്ങൾക്ക് മുമ്പിൽ, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ അള്ളാഹുവിലേക്ക് എത്താനുള്ള, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരാകാനുള്ള, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാനുള്ള തേടലായിരുന്നു തേടിയിരുന്നത്. മറിച്ച് അള്ളാഹുവിനെ പൂർണ്ണമായും വിട്ട്, അള്ളാഹുവിനെ മറന്ന് തങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് മുമ്പിൽ ബോധിപ്പിക്കലായിരുന്നില്ല മക്കത്തെ മുശ്രിക്കീങ്ങൾ ചെയ്തിരുന്നത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാൻ, അന്നഹും വളഉ ഹാദിഹിൽ അസ്നാമ വൽ ഔഥാൻ, ആ മക്കത്തെ മുശ്രിക്കീങ്ങൾ ആ രൂപങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടാക്കി വെച്ചു. അലാ സുവരി അംബിയാഇഹിം വ അകാബിരിഹിം, അവരിൽ മുമ്പ് കഴിഞ്ഞു പോയ നബിമാരുടെയും അതേപോലെ തന്നെ അവരിൽ മഹത്തുക്കളുടെയും രൂപങ്ങളിലായിരുന്നു ആ വിഗ്രഹങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചത്. വസഅമു, എന്നിട്ട് അവർ വാദിക്കുകയും ചെയ്തു, അന്നഹും മതശ്തഗലു ബിഇബാദതി ഹാദിഹി തമാസീൽ, ഈ രൂപങ്ങൾക്ക് മുമ്പിൽ അവർ എപ്പോഴൊക്കെയാണോ ഇബാദത്ത് കൊണ്ട് വ്യാപൃതരാകുന്നത്, ഫഇന്ന ഉലൈകൽ അകാബിറ തകൂനു ശുഫആഅ ലഹും ഇൻദല്ലാഹ്, ആ മഹത്തുക്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇവർക്ക് വേണ്ടി ശുപാർശകരായിട്ട് വരും എന്നതായിരുന്നു അവരുടെ വിശ്വാസം. അദ്ദേഹം വീണ്ടും പറയാൻ, വനദീറുഹു ഫീ ഹാദ സമാൻ, അതേപോലെ അതിന് തുല്യമായിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിലും ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖ്, ധാരാളം ആൾക്കാർ ഇബാദത്തുകൾ കൊണ്ട് വ്യാപൃതരാകുന്നു. ബിതഅദീമി ഖുബൂരിൽ അകാബിരി, അവരിൽ മരണപ്പെട്ടു പോയ മഹത്തുക്കളുടെ ഖബറിനെ ആദരിക്കൽ കൊണ്ടും ബഹുമാനിക്കൽ കൊണ്ടും അവർ വ്യാപൃതരാകുന്നു. അല ഇഅ്തിഖാദിൻ, ഒരു വിശ്വാസപ്രകാരം, അന്നഹും ഇദാ അദ്ദമു ഖുബൂറഹും, ആ മഹത്തുക്കളുടെ ഖബറുകളെ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, ഫഇന്നഹും യകൂനൂന ശുഫആഅ ലഹും ഇൻദല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരായിട്ട് ഷഫാഅത്തിന് വേണ്ടി നമുക്ക് വേണ്ടി വരുമെന്നുള്ള വിശ്വാസപ്രകാരം മഹത്തുക്കളുടെ ഖബറുകൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ ചെയ്യുന്നവർ നമ്മുടെ കാലത്തിലുമുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പറഞ്ഞതാണ്. അതിന് തുല്യമായിട്ടാണ്, അതിനേക്കാൾ ശക്തമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മുടെ സമസ്തക്കാർക്കിടയിൽ കാണാൻ കഴിയുന്നത്. മക്കത്തെ മുശ്രിക്കിൻ്റെ 2 വിശ്വാസം ചാബല്യത്തെ സംബന്ധിച്ച് അള്ളാഹു സംസാരിച്ചു. അവർ അള്ളാഹു അല്ലാത്തവരോട് ഖുർബത്തിനെയും ഷഫാഅത്തിനെയുമാണ് തേടിയത് അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് അതിനേക്കാൾ ഗൗരവത്തിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട്, അള്ളാഹുവിനെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിലെ അമ്പ്യാക്കന്മാരിലേക്കും അതേപോലെ തന്നെ മരണപ്പെട്ട മഹത്തുക്കളിലേക്കും തേടുന്നൊരു രംഗമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ 2 കാരണങ്ങളാണ് അവർ പറയാറുള്ളത്, 2 ന്യായങ്ങളാണ് അവർ പറയാറുള്ളത്. ഖബറിൻ്റെ അടുക്കലേക്ക് പോയി ജാറങ്ങൾക്ക് മുമ്പിൽ ദുആ ചെയ്യുമ്പോൾ 2 ന്യായങ്ങൾ അവർ പറയും. റബ്ബാണെന്ന വിശ്വാസമില്ലാതെ ആരോടും എന്തും ചോദിക്കാമെന്നുള്ള ന്യായം. നമ്മൾ ആരോടാണ് ചോദിക്കുന്നത്? എൻ്റെ മുമ്പിൽ കിടക്കുന്ന ഖബറുള്ള മനുഷ്യൻ എൻ്റെ റബ്ബാണ് എന്ന വിശ്വാസമില്ലാതെ അവരോട് എന്തും ചോദിക്കാമെന്നുള്ള ന്യായം. മക്കത്തെ മുശ്രിക്കീങ്ങളും അതേ ന്യായവാദത്തിലാണ് അന്ന് ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ചോദ്യങ്ങൾ ചോദിച്ചത്. അവർ പറയുന്നു, അവരുടെ തൽബിയത്തിൽ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്, അവർ പറയുന്ന ആ തൽബിയത്തിൽ അവർ പറയും, അല്ലാഹുവേ നീ നിശ്ചയിച്ചു വെച്ച നിന്റെ ശരീക്ക്,
ആ ശരീക്ക് ഉടമപ്പെടുത്തിയതും ആ ശരീക്കിനെയും നീ ഉടമപ്പെടുത്തുന്നു. അഥവാ നിന്റെ കീഴിലുള്ള നീ കൊടുത്ത കഴിവിൽ നിന്നും. നമ്മുടെ സമസ്തക്കാരും പറയും അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതേപോലെയാണ് അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങളും ആ മഹത്തുക്കളോട് ചോദിച്ചത്. അതോ അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു എല്ലാം ഉടമപ്പെടുത്തുന്ന ചില ശരീക്കുകളുണ്ട് അള്ളാഹുവിന്, അവരോട് നമുക്ക് ചോദിക്കാം. അതേ വാദമാണ് ഇന്ന് നമ്മൾ കാണാൻ കഴിയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ഖവാഇദുൽ അർബ എന്ന കിതാബിൽ അവസാന ഭാഗത്ത് അദ്ദേഹം സൂചിപ്പിച്ചു, അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങളെക്കാൾ ഗൗരവമുള്ള, അതിനേക്കാൾ കടുപ്പത്തിൽ ശിർക്ക് സംഭവിച്ചവരാണ് നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടക്കാർ. കാരണം അവർ എല്ലാ സമയത്തും പ്രയാസഘട്ടത്തിലും സന്തോഷവേളയിലും ഈ ആൾക്കാർ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നു. പക്ഷെ മക്കത്തെ മുശ്രിക്കീങ്ങൾ പ്രയാസഘട്ടങ്ങളിൽ മാത്രമാണ്, പ്രയാസഘട്ടങ്ങളിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അവർ അള്ളാഹുവിനോട് ഇഖ്ലാസോടെ ദുആ ചെയ്യുന്നു. ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു പറയാൻ ഫഇദാ റകിബു ഫിൽ ഫുൽകി, അവർ കപ്പലിൽ യാത്ര ചെയ്യുന്ന സന്ദർഭം എന്തെങ്കിലും വിപത്തുകൾ അവർക്ക് ബാധിച്ചാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ നിഷ്കളങ്കമായി അള്ളാഹുവിനോട് മാത്രം അവർ അപേക്ഷിക്കും, ദുആ ചെയ്യും. അള്ളാഹു പറഞ്ഞ വാക്കാണ് ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. ആ പ്രയാസത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി കരക്ക് കൊണ്ടുവന്നാൽ അവർ വീണ്ടും ശിർക്ക് ചെയ്യുന്നവരായിട്ട് മടങ്ങുന്നു എന്ന് പറയും. അപ്പം മക്കത്തെ മുശ്രിക്കീങ്ങൾ ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തതായിട്ട് ഖുർആൻ സ്ഥിരപ്പെടുത്തുന്നു. പക്ഷെ നമ്മുടെ നാട്ടുകാർ ഇന്ന് അവർ അള്ളാഹുവിനെ പാടെ മറന്നു. അള്ളാഹു അല്ലാത്തവരോട് എല്ലാ കാര്യങ്ങളും തേടുന്നു. അവർ ഹിദായത്തിനെ ചോദിക്കുന്നു, രോഗശമനത്തെ ചോദിക്കുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം. മക്കത്തെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു? അവർക്ക് ഏത് രീതിയിലാണ് ശിർക്ക് സംഭവിച്ചത്? അവർ ഒരിക്കലും അള്ളാഹുവിന് തുല്യമായിട്ടൊരു അള്ളാഹുവിനെ അവർ കണ്ടിരുന്നില്ല. അള്ളാഹുവിന് തുല്യമായിട്ടൊരു ഇലാഹിനെ അവർ കണ്ടിരുന്നില്ല, ഒരു റബ്ബിനെയും അവർ കണ്ടിരുന്നില്ല. മറിച്ച് അള്ളാഹുവിലേക്ക് എത്താൻ അള്ളാഹു അല്ലാത്ത മറ്റ് പലരെയും അവർ വസീത്തകളായി സ്വീകരിച്ചു, ഇടയാളന്മാരായി സ്വീകരിച്ചു. അവതാണ് ആ ഇടയാളന്മാരോട് അവർ അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തെ ചോദിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്തിന് വേണ്ടി തേടുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളാണ് അവരെ ശിർക്കിലേക്ക് എത്തിച്ചത്. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ ആ ഒരു വിഷയം മനസ്സിലാക്കുക. നമ്മുടെ ഉമ്മത്തിലേക്ക്, നമ്മുടെ നാട്ടുകാരിലേക്ക് ഈ വിഷയം എത്തിക്കുക. അവർ പൂർണ്ണമായും ധരിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില ഹിന്ദു മതക്കാരെ പോലെ അള്ളാഹുവിനെ പാടെ നിഷേധിച്ച്, ഖുർആനെയും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ നിഷേധിച്ച് അള്ളാഹു ഇല്ല എന്ന് പറയുന്നൊരു വിഭാഗം, അല്ലെങ്കിൽ അള്ളാഹു മറ്റൊരു ദൈവമുണ്ട്, അള്ളാഹുവിന് തുല്യമായിട്ടൊരു ദൈവമുണ്ട് എന്ന് കാണുന്ന രീതിയിലാണ് മക്കത്തെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണെന്നാണ് പലരുടെയും ധാരണ. അത് തെറ്റാണ്, അത് തിരുത്തണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് അറിയുന്നവരും അള്ളാഹുവിലേക്ക് എത്താൻ അവർ ചില ഇടയാളന്മാരെ സ്വീകരിച്ചവരുമാണ് മക്കത്തെ മുശ്രിക്കീങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം. അതാണ് അവർക്ക് സംഭവിച്ച ശിർക്ക് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുക, അത് നമ്മുടെ നാട്ടുകാരിലേക്ക് നമ്മൾ എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കും തൗഹീദും വേർതിരിച്ച് മനസ്സിലാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളെ ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, റമദാൻ മാസത്തിലാണ് നമ്മളുള്ളത്. റമദാനിൻ്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുന്നു, രാത്രിയിൽ ദീർഘമായി നിസ്കരിക്കുന്നു, മറ്റെല്ലാ ഇബാദത്തിലും നമ്മൾ മുന്നേറാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഅ്മിനീങ്ങൾക്കുള്ളൊരു അവസരമായിട്ടാണ് നമ്മളെ പരിചയപ്പെടുത്തിയത് റമദാൻ. ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ നോമ്പെടുത്താൽ ഒരു ദിവസം, സഹ്സഹല്ലാഹു വജ്ഹഹു അനിന്നാരി ബിദാലിക്കൽ യൗം, ആ ഒരു ദിവസത്തെ നോമ്പിന് പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖത്തെ വിദൂരമാക്കും നരകത്തിൽ നിന്ന്. 70 ഖരീഫ, 70 വർഷം സഞ്ചരിക്കാൻ മാത്രം ദൂരമുള്ള വിദൂരത്തേക്ക്
അവനെ നരകത്തിൽ നിന്നും അള്ളാഹു വിദൂരത്താക്കും, ഒരു ദിവസത്തിൻ്റെ നോമ്പിൻ്റെ പകരമായിട്ട്. ആ ഒരു ബോധത്തോടുകൂടി ഇഖ്ലാസോടുകൂടി നമ്മുടെ നോമ്പെന്ന ഇബാദത്ത് പൂർത്തീകരിക്കുക. മറ്റേ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു അർ-റയ്യാൻ, സ്വർഗത്തിൽ റയ്യാൻ എന്നൊരു വാതിലുണ്ട്. യദ്ഖുലു മിൻഹു സ്സായിമൂന യൗമൽ ഖിയാമഹ, നോമ്പെടുക്കുന്ന ആൾക്കാർ, സ്വായിമീങ്ങൾ, അവരാണ് ആ ഖിയാമത്ത് നാളിൽ ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്തൊരാളും സ്വർഗത്തിലേക്ക് ആ വാതിലിലൂടെ പ്രവേശിക്കുകയില്ല. യുഖാലു ഐന സ്സായിമൂൻ ഫയഖൂമൂൻ, വിളിച്ചു ചോദിക്കപ്പെടും നോമ്പുകാരെവിടെ? അപ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്തൊരാളും ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഫഇദാ ദഖലു ഉഗ്ലിഖ അലൈഹിം ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, ആ നോമ്പുകാർ ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ ആ വാതിൽ അടക്കപ്പെടും, മറ്റൊരാൾക്കും അതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ ജസാ ആയിട്ട്, പ്രതിഫലമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ സ്ഥാനമാണത്. ആ റയ്യാൻ എന്ന വാതിലൂടെ കിടക്കണമെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മുടെ നോമ്പ്. വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കലല്ല നോമ്പിൻ്റെ ഉദ്ദേശം. മറിച്ച് ആ പകൽ മുഴുവൻ സൂര്യൻ തുലൂഉൽ ഫജ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഞാൻ ഇബാദത്തിലാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. മറ്റുള്ള ദിവസങ്ങൾക്ക് തുല്യമാകാൻ പാടില്ല നമ്മുടെ നോമ്പിൻ്റെ ദിവസങ്ങൾ. അതിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കുക, നാവിനെ സൂക്ഷിക്കുക, മറ്റുള്ള ചെയ്തികളിൽ നിന്നും മാറി നിൽക്കുക. പൂർണ്ണമായും ഒരു ഇബാദത്തിലാണ് ഞാൻ ഉള്ളതെന്ന ബോധത്തോടുകൂടി റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കാൻ മാത്രം പാകമാകുന്ന നോമ്പായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടേത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നല്ല നോമ്പനുഷ്ഠിച്ച് റമദാനിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകല പാപങ്ങളും ഉടമസ്ഥനായ റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم حاسبنا حسابا يسيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم اغفر لنا ولوالدينا يا غافر المذنبين. وأقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم.